അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നാം പഠിക്കുകയുണ്ടായി അല്ലെ. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് എത്ര പേരുകളുണ്ട്, അതിൻ്റെ മഹത്വവും അതിൻ്റെ ഗുണങ്ങളൊക്കെ എന്താക്കി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ മഹത്വം എന്താണ് നമുക്ക് നോക്കാം. സൂറത്തുൽ ഫാത്തിഹ മുതൽ ഖുർആനിൽ 114 സൂറത്തുണ്ട്. അതിൽ 113 സൂറത്തുകളും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് കൊണ്ടാണ്. കരുണാനിധിയും പരമകാരുണികനുമായ അള്ളാഹുവിന്റെ തിരുനാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ബിസ്മി എന്ന് പറഞ്ഞാൽ നാമത്തിൽ, അള്ളാഹുവിന്റെ നാമത്തിൽ, അർ റഹ്മാനി പരമകാരുണികനായ, അർ റഹീം ദയാപരനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. താൻ പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്ന ഏത് കാര്യവും ചെയ്തു തീർക്കുവാനോ വിജയകരമാക്കുവാനോ ഉള്ള സ്വന്തമായ കഴിവോ പ്രാപ്തിയോ മനുഷ്യനില്ല. അതിന് അള്ളാഹുവിന് വമ്പിച്ച അനുഗ്രഹവും മികച്ച സഹായവും അത്യന്താപേക്ഷിതമാണ്. അതിനാൽ അവനിൽ നിന്നുള്ള സഹായ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടാണ് മനുഷ്യൻ പ്രവൃത്തിയിൽ പ്രവേശിക്കേണ്ടത്. ഏത് കാര്യം ചെയ്യുമ്പോഴും, നല്ല പ്രവർത്തനങ്ങൾ ഏതുമാവട്ടെ, ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ നമുക്ക് അതിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. മഹത്തായ ഈ വാക്യം പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. നാം ഉദ്ദേശിക്കുന്ന കാര്യം അത് പരിപൂർണമായി വിജയിക്കണമെങ്കിൽ തികഞ്ഞ വിശ്വാസവും അതുപോലെ തന്നെ അത് വിജയിക്കുമെന്ന ഒരു ശുഭപ്രതീക്ഷയും നമുക്കുണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു കരുണാനിധിയും മഹാകാരുണികനുമാണ്. അള്ളാഹുവിനെ അവലംബിക്കുന്നവൻ, അള്ളാഹുവിനെ തവക്കുലാക്കുന്നവനെ അവൻ ഒരിക്കലും തട്ടിക്കളയുകയില്ല. അവനെ മുൻനിർത്തിക്കൊണ്ട് നാം എന്ത് പ്രവൃത്തി ആരംഭിച്ചാലും സർവശക്തനായ അള്ളാഹു അതിൻ്റെയൊക്കെ നമുക്ക് വിജയം കരസ്ഥമാക്കി തരിക തന്നെ ചെയ്യും. അതിൽ സംശയമില്ല. റഹ്മാൻ എന്ന വിശേഷണം അവന്റെ കാരുണ്യത്തെയും മഹത്വത്തെയും, റഹീം എന്നത് കാരുണ്യത്തിന്റെ വിശാലതയെയും കാണിക്കുന്നു. അതായത് അവന്റെ കരുണ അതിമഹത്തായതും എത്ര തന്നെ ചെയ്താലും അവസാനിക്കാത്ത മാറ്റമില്ലാത്തതുമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഈ ലോകത്ത് വെച്ച് കരുണ ചെയ്യുന്നവൻ എന്ന് റഹ്മാൻ എന്ന വാക്കിനും, ഈ ലോകത്ത് വെച്ച് അവനെ അനുസരിച്ചവർക്ക് മാത്രം നാളെ പരലോകത്ത് വെച്ച് അനുഗ്രഹം ചെയ്യുന്നവൻ എന്ന് റഹീം എന്ന പദത്തിനും വ്യാഖ്യാനമുണ്ട്. എല്ലാ പ്രവൃത്തികളും അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കേണ്ടതും അല്ലാതിരുന്നാൽ അത് ഫലശൂന്യമായി തീരുന്നതുമാണെന്ന് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ബിസ്മില്ലാ കൊണ്ട് തുടങ്ങപ്പെടുന്നതല്ലാത്ത ഏത് കാര്യവും അനുഗ്രഹശൂന്യമായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഖുർആൻ നല്ല രീതിയിൽ പഠിക്കുവാനും അത് മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നാളെ അവന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഈ ഭാഗത്തിൽ അള്ളാഹു നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കുടുംബക്കാരെയും ലോകത്തുള്ള സകലമായ മുഅ്മിനാത്തുകളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.